ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിനെ എതിരെ കൊലവിളി നടത്തുന്ന എസ്എഫ്ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടുപോകാം. നന്നായിട്ട് ഇവിടുത്തെ പോലീസിനറിയാം, കൊയിലാട്ടിയിലെ പോലീസിന് എസ്എഫ്ഐ നന്നായിട്ട് അറിയാം. ഞങ്ങൾ കയറാൻ തീരുമാനിച്ചത് ഈ പറഞ്ഞതുപോലെ രമേശന്റെ മുറിക്കകത്തേക്കും ഈ പറഞ്ഞ പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തേക്കും ആണെങ്കിൽ ഈ പറഞ്ഞ പോലീസുകാർ മാത്രം മതിയാവൂല, 2 ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ചു വേണ്ടി വരും. പോലീസ് കൂട്ടി വിളിച്ചു വേണ്ടി വരും. 2 ആളെ കൊണ്ടുപോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ആ റൂമിനകത്തേക്ക് കയറി ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഇട്ടെങ്കിൽ അവരെ അടിച്ച് ആശുപത്രിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ചെയ്യുന്നില്ല. ഈ പറഞ്ഞ രീതിയിൽ ഈ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് മാത്രമാണ് ആവശ്യം. ഈ കൊലവിളി നേരിട്ട പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം അലോഷ്യസ് സേവർ KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം റെജിലോക്കോസ് ഇടതു സഹയാത്രികൻ കൂടി ചേരുകയാണ്. പ്രിൻസിപ്പലിലേക്ക് നമുക്ക് തന്നെ പോകാം. സുനിൽ ഭാസ്കർ, ഇപ്പോൾ ഈ അവിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിച്ച കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് കേട്ടത് താങ്കളുടെ നെഞ്ചത്തടക്കം തീകുട്ടി കത്തിക്കും, ഇരു കൈകാലികളും എടുക്കുമെന്ന് കൊലവിളി നടത്തുന്ന ഏരിയ സെക്രട്ടറിയുടെ SFI നേതാവിൻ്റെ വാക്കുകളാണ് കേട്ടത്. ഈ സംഭവത്തിലൊക്കെ കേസ് കഴിഞ്ഞ ദിവസം ഇരുഭാഗത്തു നിന്നും എടുത്തിട്ടുണ്ട് പോലീസ്. എന്തെങ്കിലും നടപടി, കാരണം താങ്കൾ അവിടെ നിയമപരമായിട്ടുള്ള നടപടികൾ കാത്തു സൂക്ഷിക്കാനും കോളേജിലൊരു പുതിയ വർഷത്തേക്ക്, ഒരു അധ്യയന വർഷത്തേക്ക് പുതിയൊരു കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണത്തിനും 4ാം സെമസ്റ്റർ പരീക്ഷയുടെ പൂർത്തീകരണം അടക്കമുള്ള പ്രക്രിയയിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് പൊടുന്നനെ പുറത്തു നിന്നും ഒരു ഗുണ്ടായുസം കാട്ടി ഒരു സംഘം അവിടേക്ക് കടന്നു കയറുന്നത്. അപ്പോൾ അവിടെ CCTV ദൃശ്യങ്ങളൊക്കെ അടക്കം തെളിവായി നമ്മുടെ മുന്നിലുണ്ട്. പോലീസിന്റെ മുന്നിൽ കേസുമുണ്ട്. താങ്കളുടെ മൊഴി മറ്റോ രേഖപ്പെടുത്തിയോ? താങ്കൾക്ക് കൂടി വിശ്വാസയോഗ്യമായ രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ശ്രീ സുനിൽ ഭാസ്കർ ഈ നിമിഷം വരെ? മൊഴി ഇപ്പോൾ നിലവിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ 2 പോലീസ് ഓഫീസേഴ്സ് അവിടെ കോളേജിൽ വന്ന് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ആ സംഭവം നടന്ന മുറിയിൽ അവിടെ മുറിയുടെ ലേഔട്ട് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ച് പോയിട്ടുണ്ട്. പിന്നീട് ഈ ഇപ്പോൾ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ്. ഈ മാത്രമല്ല 2 ദിവസത്തെ എനിക്ക് മെഡിക്കൽ റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അത് കാരണം ഞാനിപ്പോൾ കോളേജിൽ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പോലീസ് എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചിട്ടില്ല. താങ്കൾ ഈ SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ കർണപടം അടിച്ചു തകർത്തോ? അത്രയും ഒരു 90% അവിടെ ആ കോളേജിൽ ടോട്ടലുള്ളത് 500 കുട്ടികളോളാണ്. അതിൽ 90% SFIയുടെ കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്രയും കുട്ടികളുടെ SFIയുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഏരിയ സെക്രട്ടറിയുടെ കർണപടം അടിച്ച് തകർക്കാൻ മാത്രമുള്ള ഒരു കരുത്ത് എൻ്റെ ശരീരത്തിനുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് സാധിക്കുന്ന കാര്യമാണോ? തീർച്ചയായും അവിടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, അവിടേക്ക് താങ്കളുടെ അതോറിറ്റിയാണ്, അവിടെ താങ്കളുടെ ടെറിട്ടറിയാണ്, അവിടേക്ക് ഒരു ഗുണ്ടായിസം പോലെ കടന്നു വരുമ്പോൾ അവിടെ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുതിയൊരു കോഴ്സാണ് യൂണിവേഴ്സിറ്റി അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് സങ്കീർണതകളുണ്ട്. അപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക, അവിടെ ഉദ്ദേശശുദ്ധി വളരെ സംശയം ഉളവാക്കുന്നതാണ്. കാരണം പുറത്തുനിന്നുള്ള കുറച്ച് ആളുകൾ, കോളേജിലെ 4 പേരാണ് അവിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുന്നത്. അത് ഒരു ബന്ധവുമില്ലാതെ താങ്കളാണ് അതിൻ്റെ അതോറിറ്റി. താങ്കൾക്ക് അവിടെ ആരെങ്കിലും പുറത്തുനിന്ന് കടന്നു വന്നായാൽ, കോളേജിലൊരു മോഷണം പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആക്രമണം നടന്നാൽ എന്ത് സംഭവിച്ചാലും താങ്കളാണ് ആ കോളേജിന്റെ ഉത്തരവാദി. താങ്കൾക്കത് ചോദിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. ആ അവകാശം മാത്രമാണോ താങ്കൾ നിറവേറ്റിയത്? നിയമത്തിനപ്പുറത്തേക്ക് തെറ്റായ രീതിയിൽ ഒരു തരത്തിലും സഞ്ചരിച്ചിട്ടില്ല എന്ന ബോധ്യം താങ്കൾക്കുണ്ടോ? ചുരുങ്ങിയ വാക്കുകളിലൂടെ പറയാം താങ്കൾക്ക്. ഞാൻ അവിടെ നിർവഹിച്ച എൻ്റെ കർത്തവ്യം മാത്രമാണ്. അവകാശം എന്ന് പറയുന്നത് 2ാമത്തെ കാര്യമാണ്. എൻ്റെ കർത്തവ്യമാണ്. ധാരാളം കുട്ടികൾ, 500ഓളം കുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ, സുരക്ഷ, ആരാണ് വരുന്നത്, അവരെ ആര് കോണ്ടാക്ട് ചെയ്യുന്നു, ഇവരുമായിട്ട് ബന്ധത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ്, ഇതൊക്കെ അന്വേഷിക്കേണ്ട ആൾ ഞാൻ തന്നെയാണ്. അഥവാ അതിലൊരു വീഴ്ച വന്നാൽ, ഇപ്പോൾ ആ കോളേജിലൊരു സംഭവം നടന്നപ്പോൾ നിങ്ങൾ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എന്നെയാണ് വിളിച്ച് ചോദിക്കുന്നത്, ഞാനാകുന്ന വ്യക്തിയാണ് വിളിച്ച് ചോദിക്കുന്നത്, അല്ലാതെ അവിടെ എന്തുകൊണ്ട് മറ്റാരും. അപ്പോൾ ഒരു കോളേജിൻ്റെ അതോറിറ്റി, ആൻസറബിൾ ആയിട്ടുള്ളൊരു അതോറിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിൻസിപ്പൽ തന്നെയാണ്. ആ പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് എന്നിൽ അർപ്പിതമായ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ഞാൻ ചെയ്തത്. അത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക്
വ്യക്തിപരമായിട്ട് എന്തൊക്കെ തിരിച്ചടികൾ നേരിടേണ്ടി വന്നാലും കാലില്ലാതെ പോകേണ്ടി വന്നാലും ഒന്നും എനിക്ക് പ്രശ്നമല്ല. കാരണം എൻ്റെ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ ആരാണ് വന്ന് കാണുന്നത്, അവരെ അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്, അഡ്മിഷനിലേക്ക് വരുന്ന ആളുകൾ ആരൊക്കെയാണ്, പരീക്ഷകൾ നടക്കുന്ന സമയമാണ്, അവിടെ ആരൊക്കെ വരുന്നുണ്ട്, എന്തിനാണ് വരുന്നത്, ഇതെല്ലാം അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഫോർച്ചുനേറ്റ്ലി ഞാൻ പറയട്ടെ, എൻ്റെ കോളേജിലുള്ള എൻ്റെ ടീം മുഴുവൻ അധ്യാപകരും മുഴുവൻ ജീവനക്കാരും എന്നോടൊപ്പമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥാപനത്തെ ഈ ഒരു നല്ല നിലയിൽ ഇത്തരത്തിലുള്ള ഒരു പരാതികളോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ രേഖപ്പെടുത്താത്ത രീതിയിൽ കഴിഞ്ഞ 5 വർഷമായി 97-98% റിസൾട്ടോട് കൂടി ആ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് എനിക്ക് കഴിയുന്നത്. തീർച്ചയായും അതൊക്കെ വലിയ മേന്മകളാണ്. ഒരു കാര്യം, താങ്കൾ ഇപ്പോൾ 2 കാലുമില്ലാതെ അകത്തേക്ക് കയറേണ്ടി വരുമെന്നാണ് പറയുന്നത്. താങ്കളുടെ നെഞ്ചത്ത് തീ കെട്ടിയിട്ട് തീ കൂട്ടും എന്നൊക്കെയാണ് SFIയുടെ ഒരു വിദ്വാൻ വന്നിങ്ങനെ പ്രസംഗിക്കുന്നത്. വളരെ മഹനീയമായ പ്രസംഗം പോലെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ഒരു പ്രസംഗം നടത്തുമ്പോൾ നമ്മൾ കയ്യടി കേൾക്കാറില്ലേ, അതുപോലെ അടികളൊക്കെ നിന്ന് കൈയടിച്ച് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ താങ്കളെ ആ കോളേജിലേക്ക് കയറാൻ അനുവദിക്കില്ല എന്ന് പറയുന്നത്, അപ്പോൾ ഇത്തരം ഭീഷണികളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, ഭീഷണികളോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രിൻസിപ്പളിൻ്റെ പരമമായ കർത്തവ്യം എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കോളേജിലെ ആ വിഷ്വൽസ് ഒന്ന് പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ ഓറഞ്ച് കളർ ഷർട്ടിട്ട് അപ്പിയർ ചെയ്യുന്ന കുട്ടികൾ അവരെനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കോളേജിൽ എൻ്റെ ഓഫീസിൽ അവരെനിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണ്. അത് SFIയുടെ കുട്ടികളാണത്. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ എന്തിനാണ് നമ്മൾ ഇതെല്ലാം രാഷ്ട്രീയവും വെല്ലുവിളിയെല്ലാം കാണുന്നത്? ആ കുട്ടികൾ നല്ല മനസ്സുള്ളവരല്ല, അവരെന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ. എല്ലാ ദിവസവും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന പ്രിൻസിപ്പളിനെ കാണുന്ന ആ കുട്ടികൾക്ക് ഞാൻ സ്വീകാര്യനാണ്. പുറത്തുള്ള ഒരു 2-3 കുട്ടികൾക്ക് ഞാൻ സ്വീകാര്യനല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാല് നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ എന്ന് വെക്കും. എന്തായാലും എൻ്റെ കോളേജിലെ കുട്ടികളെ ഞാൻ സംരക്ഷിക്കും, അതിനുവേണ്ട നടപടികൾ എടുക്കും. വെല്ലുവിളികൾ അത് എടുക്കുന്നവർ നടപ്പിലാക്കുകയാണെങ്കിൽ നടപ്പിലാക്കട്ടെ എന്ന് വിചാരിക്കും. തീർച്ചയായും താങ്കളിലേക്ക് എത്താം. ശ്രീ അലോഷ്യസ് സേവ്യർ, ഇവിടെ നമ്മൾ കൊയിലാണ്ടിയിലെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവിടെയും ഒരു അങ്ങേയറ്റത്തെ തികഞ്ഞ ഗുണ്ടായുസമാണ് നമ്മൾ കണ്ടത്. കാരണം ഈ പാർട്ടിയിൽ നിന്നും SFIയിൽ എന്ന പ്രസ്ഥാനത്തിൽ നിന്നും നമ്മൾ എന്തെങ്കിലും ഒരു തിരുത്തലുകളൊക്കെ പ്രതീക്ഷിച്ചു. കാരണം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്കേറ്റ മുഖത്തടിയേറ്റ പ്രഹരങ്ങളുടെ ആ ഓരോ അടിയും എണ്ണുന്ന പരിശോധനയിലാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ആ അടിയിൽ ഒരു 20 അടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു 10 അടിയെങ്കിലും ഈ കുട്ടി സഖാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റ അടിയാണ് പാർട്ടിക്ക്. അതാണ് പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും പൊതുവേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ കരുതിയിരുന്നു, കാരണം ഈ തലയ്ക്ക് മീതെ ഒരു വീടിന് പുരയ്ക്ക് മീതെ ഒരു വൃക്ഷം കടപുഴകി നിൽക്കുകയാണ്. അതുപോലെ മാറിയിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ. കാരണം എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. സിദ്ധാർത്ഥനെ ഒരു ഏറ്റവും ഒടുവിലായി കൊലയ്ക്ക് കൊടുത്ത് കൊല്ലാക്കൊല ചെയ്ത് അതിനെ ന്യായീകരിച്ച പ്രസ്ഥാനമായി SFI മാറിയതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഇടിമുറി അവിടെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി മാറിയതാണ്. ഇതേ ഇടിമുറി ഇന്നിപ്പോൾ വീണ്ടും നമ്മൾ കാര്യവട്ടം ക്യാമ്പസിൽ നിന്ന് കേൾക്കുകയാണ്. ആ ഇടിമുറിയിലിട്ട് വകവരുത്തിയെന്ന് ഒരു KSUവിൻ്റെ ജില്ലാ നേതാവ് വന്ന് പറയുകയാണ്. അവിശ്വസനീയമാണ് കാര്യങ്ങൾ. കാരണം ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മളതിനെ തിരുത്താൻ നോക്കും. അതൊന്നും ഇല്ലാത്ത രീതിയിൽ SFIയെ കയറൂരി വിടുന്ന ഒരു സമീപനമാണോ കാര്യവട്ടം ക്യാമ്പസിൽ കണ്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു ജനപ്രതിനിധിക്ക് പോലും മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം അതും പോലീസിന്റെ കൺമുന്നിൽ വെച്ച് കാണേണ്ടി വന്നു. ശ്രീ അലോഷ്യസ്. ശ്രീ പ്രജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മാറ്റമില്ലാത്തത് എന്ന് പറയുന്നത് മാറ്റത്തിന് മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ തിരുത്തലുകൾ നടത്താൻ സാധിക്കില്ലാത്ത ഒരു സംഘടന എല്ലാ കാലഘട്ടത്തും തിരുത്തുമെന്ന് പറയുകയും എന്നാൽ തിരുത്തലുകൾക്ക് ഒരു കാലഘട്ടത്തും വിധേയമാകാത്ത ഒരു സംഘടനയായി SFI മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയമെല്ലാം കാണുന്നു. അതിനുശേഷം ഇന്നലെ ഏകദേശം ഒരു രാത്രി 9:30 മണിയോട് കൂടിയിട്ട് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് കാര്യവട്ടം ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റ് ഒരു വനിതയായ റെനി എന്ന പെൺകുട്ടി എന്നെ ഫോണിൽ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നു, സാൻജോസ് എന്ന് പറയുന്ന KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയെ അവിടെ SFIക്കാർ ഹോസ്റ്റലിലേക്ക് വലിച്ചു കൊണ്ടുപോയി അവിടെ ആക്രമിക്കുന്നു. ഈ റിനി എന്ന് പറയുന്ന KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റിനെ ആ ക്യാമ്പസിൽ ഇന്നലെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ, അദ്ദേഹം അക്കാദമി ഇടിമുറി സത്യമാണോ ലേഷ്യസ്? ഇടിമുറി എന്നത് സത്യമാണോ അതോ നിങ്ങൾ വെറുതെ പറയുകയാണോ? ഇടിമുറികൾ യാഥാർത്ഥ്യമാണ് എന്നതാണ് ഓരോ ദിവസവും കേരളത്തിലെ ക്യാമ്പസുകളിൽ അരങ്ങേറുന്ന SFIയുടെ വലിയ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക്
മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ സാൻജോസ് എന്ന് പറയുന്ന KSUവിൻ്റെ ഈ ജില്ലാ സെക്രട്ടറിയെ ആ ഹോസ്റ്റൽ മുറിയിലേക്ക് 40ഓളം വരുന്ന SFIക്കാർ കൊണ്ടുപോയി. SFIയുടെ അവിടുത്തെ നേതാവ്, മുൻ സെനറ്റ് മെമ്പർ, മുൻ ഒറ്റപ്പാലം MP അജയ് കുമാറിൻ്റെ മകനായ അജിന്ത് അജയ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ആ ഹോസ്റ്റലിലേക്ക് വലിച്ച് ഇഴച്ചു കൊണ്ടുപോയിട്ട് വലിയ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. എന്നിട്ട് ഇന്ന് രാവിലെ മാധ്യമങ്ങളുടെ മുൻപിൽ SFI ജില്ലാ സെക്രട്ടറി വന്നിട്ട് പറയുകയാണ്, ഇടിമുറി എന്ന് പറയുന്നത് KSUവിൻ്റെ ഒരു ചിത്രീകരണമാണ്, അങ്ങനെ ആ ക്യാമ്പസിലില്ല, നിങ്ങൾ ആ ക്യാമ്പസുകളിലേക്ക് കടന്നു വരൂ. ഇത് തന്നെയാണല്ലോ എല്ലാ കാലഘട്ടത്തും SFI പറയുന്നത്. നമ്മളൊരു 4 മാസത്തിന് മുൻപ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങ് വയനാട് വെറ്റിനറി സർവകലാശാലയിൽ SFI ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ വലിയ രീതിയിൽ മർദ്ദിച്ച് പീഡനങ്ങൾക്ക് ഇരയായ അവസാനം കൊന്നു കെട്ടി തൂക്കിയതിനു ശേഷവും SFI ആദ്യഘട്ടത്തിൽ അതിനെ ന്യായീകരിക്കുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഈ വിഷയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേതൃത്വത്തിലും അവിടെ ഗുണ്ടായിസം ഉണ്ടായിട്ടുണ്ട് കരിമ്പട്ടം ക്യാമ്പസിൽ എന്ന് SFI പറയുന്നു. അതിന്റെ തെളിവുകളടക്കം ചില ജനലിലെ ഈ ചില്ലുകൾ പൊട്ടിയതൊക്കെ തന്നെ അവർ കാണിക്കുന്നു. അല്ല, ഞാൻ അതിലൊരു കാര്യം പറയട്ടെ, SFIയുടെ തന്നെ പുറത്തുവിട്ട വിഷ്വൽസ് ഇന്ന് കൈരളി ചാനലിൽ രാവിലെ മുതൽ ലൈവായിട്ട് കൊടുക്കുന്ന വിഷ്വൽസിലെല്ലാം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ ക്യാമ്പസിലേക്ക് കടന്നു വന്ന് വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നത്. SFI തന്നെ പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. ക്യാമ്പസിന്റെ അകത്ത് നിന്നുകൊണ്ട്, അതായത് ഗേറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് അവർ എടുത്ത ഒരു വിഷ്വൽ, മറ്റേ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം പുറത്തു നിൽക്കുന്നു എന്ന് കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നത് അവിടെ വലിയ വെല്ലുവിളികൾ നടത്തി എന്ന് പറയുന്നത്. SFI എല്ലാ കാലഘട്ടത്തും ഇത്തരത്തിൽ തങ്ങൾക്ക് നേരെ പ്രതിരോധം, അല്ലെങ്കിൽ തങ്ങൾ പ്രതിരോധത്തിലാകുന്ന ഘട്ടത്തിൽ ഇതേപോലെ കുറേ പൊള്ളയായിട്ടുള്ള ന്യായങ്ങൾ, വാദങ്ങൾ, കള്ളത്തരങ്ങളെല്ലാം പറയുന്നതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത് തിരുവനന്തപുരം കോളേജിലെ കാര്യവട്ടം ക്യാമ്പസിലെ മാത്രം വിഷയമല്ല. നമുക്കറിയാം, ഒരു 3-4 വർഷം പിന്നിലോട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തായിരുന്നു? വർഷങ്ങളായിട്ട് ആ ക്യാമ്പസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളുകൾ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുകളിലും ഗവൺമെന്റിന്റെ സർക്കാർ ഹോസ്റ്റലുകളിലും തമ്പടിച്ചുകൊണ്ട് SFIയുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരാണ് ആ ക്യാമ്പസുകളിലെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവരാണ് ആജ്ഞാപിക്കുന്നത്, അവരാണ് വിദ്യാർത്ഥികളെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തുന്നത്. ഈ സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ചെയ്ത തെറ്റെന്താണ്? ആ കാര്യവട്ടം ക്യാമ്പസിൽ ബഹുഭൂരിപക്ഷം വരുന്ന SFI പ്രവർത്തകരുടെ ഇടയിലും KSUവിന്റെ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നു. ശ്രീ അലോഷ്യസ്, നോക്കൂ, ഒരു ജനപ്രതിനിധിക്ക് പോലീസിന്റെ കൺമുന്നിൽ വെച്ചാണ് തെറിയഭിഷേകം കേൾക്കുന്നത്, കയ്യേറ്റമേൽക്കേണ്ടി വന്നത്. ഈ പോലീസിനെ ഓർത്ത് നമ്മൾ സഹതപിക്കേണ്ടി വരികയാണ്. കാരണം എത്രയോ സംഭവങ്ങൾ ഈ പൊടിമീശ കണ്ട് വിരളി പിടിക്കുകയാണ് പോലീസ്, മുട്ടിടിക്കുകയാണ്. കാരണം കുട്ടി സഖാക്കൾ മീശ വിരിച്ചു കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും എടുത്തു നോക്കൂ. ഇവിടെ ഇപ്പോൾ നമ്മൾ കൊയിലാണ്ടിയിലെ സംഭവം എടുത്തു നോക്കി കഴിഞ്ഞാലും, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാര്യവട്ടം ക്യാമ്പസിലെ സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പോലീസിന് എന്താണ് പണി? ഈ സേനയ്ക്ക് ഈ വേറെ നാണമില്ലേ എന്ന് ചോദിക്കേണ്ടി വരും ഈ സേനയെ ഓർത്ത്. കാരണം ഈ കൺമുന്നിൽ കണ്ട ഒരു സംഭവത്തിൽ പരാതി എഴുതി നൽകിയാൽ മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമാണ് ഇവിടെയും കണ്ടത്. പോലീസിന്റെ സമീപനം എത്രത്തോളം നികൃഷ്ടമായിരുന്നു ശ്രീ പ്രജേഷ്, ഇതിലൊരു കാര്യം എനിക്ക് മുൻപേ സംസാരിച്ച സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പൽ അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം കൊടുത്ത പരാതിയിൽ കേസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് അവിടെ വന്ന് ക്യാമ്പസിൽ വന്ന് നിരീക്ഷണം നടത്തിയിട്ട് പോയി. എത്രയോ ദിവസമായി, കഴിഞ്ഞ 2-3-4 ദിവസമായി മാധ്യമങ്ങളിലെല്ലാം വളരെ വലിയ രീതിയിൽ കൊയിലാണ്ട് കോളേജിലെ വിഷയങ്ങൾ, SFI ആ പ്രിൻസിപ്പളിനെ ആക്രമിക്കുന്ന, കയ്യേറ്റം ചെയ്യുന്ന രംഗങ്ങളുണ്ടായിട്ട് അതിൽ കേസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൻ്റെ പോലീസിംഗ് സംവിധാനം നശിച്ചിരിക്കുന്നു. CPMകാർക്ക് വിടുപണി ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനം അധപതിച്ചിരിക്കുന്നു. ഒരു CPMന്റെ ലോക്കൽ സെക്രട്ടറി കണ്ണുരുട്ടി കഴിഞ്ഞാൽ വിറയ്ക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസ് സംവിധാനവും പരാജയപ്പെട്ടിരിക്കുന്നു. അതാണ് തുടരെ ഇവിടെ കേരളത്തിന്റെ ക്യാമ്പസുകളിലും അല്ലെങ്കിൽ പൊതുയിടങ്ങളിലെല്ലാം അക്രമം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലത്തെ വിഷയം തന്നെ, ഇന്നലെ രാത്രി 9:30 നടന്ന സംഭവം. അത് ആ 9:30 ആ ക്യാമ്പസിൽ ആ വിഷയം ഉണ്ടായിട്ട് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് കാര്യവട്ടം ക്യാമ്പസിലേക്ക് എത്തുന്ന സമയം വരെ പോലീസിനെ വിളിക്കുന്നു. ഇങ്ങനെ ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും പോലീസ് അവിടെ ഇടപെടലുകൾ നടത്തുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഏകദേശം 3/4 മണിക്കൂർ കഴിയുമ്പോഴാണ് പോലീസുകാർ വന്നിട്ട് ആ സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നത്. എന്നിട്ട് ആക്രമണത്തിനിരയായ ആ വിദ്യാർത്ഥി നേതാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയല്ല അവർ ചെയ്യുന്നത്, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് സാൻജോസിന്റെ അടുത്ത് പറയുന്നത് ഈ കേസ് ഇവിടെ തീർക്കണം, ഒത്തുതീർക്കണം, ഇതിൽ മുൻ എം പിയുടെ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇടപെട്ട കേസാണ്, ഞങ്ങൾക്ക് വലിയ സമ്മർദ്ദത്തിലാകും, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കേസ് പിൻവലിക്കണമെന്ന് കേരളത്തിന്റെ പോലീസ് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ ആഭ്യന്തര സംവിധാനം? തീർച്ചയായും മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ഈ കൊണ്ടാലും കണ്ടാലും പട്ടിക്കില്ല, ഞാൻ
തല്ലരുതമ്മാവ ഞാൻ നന്നാവില്ല എന്ന സമീപനവുമായിട്ടാണ് SFI മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് അത്യന്തം ദുഃഖത്തോടു കൂടിയാണ് ആ ഒരു കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ള സമരങ്ങൾ, ഐതിഹാസിക സമരങ്ങളുടെ ഭാഗമായിട്ടുള്ള SFIയുടെ ഇന്നത്തെ ഈ ജീർണത ഓർത്ത് നമ്മൾക്ക് അപലപിക്കേണ്ടി വരുന്നത്. കാരണം ഒരു തെങ്ങിൽ ഈ കൊട്ടത്തേങ്ങകൾ എന്ന് പറയും, പാഴ്ത്തേങ്ങകൾ വന്നു കഴിഞ്ഞാൽ അത് കുത്തിയിടണം, കുത്തിയിട്ട് മാറ്റി തെങ്ങിനെ സംരക്ഷിക്കണം. കാരണം ഒരു പ്രയോജനവുമില്ല ആ തേങ്ങാ കഷ്ണവും കൊണ്ട്. അതുപോലെ ആ വൃക്ഷത്തിൽ മുഴുവൻ തേങ്ങ ഈ പെട്ട് തേങ്ങകൾ പോലെ ആയിട്ടുണ്ട്. ഒന്ന് തിരുത്താൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയാണ്. പാർട്ടിക്ക് മുകളിലേക്ക് SFI നേതാക്കൾ വളരുന്നുവോ? കാരണം പാർട്ടി അപലപിക്കുന്ന ഒരു ഘട്ടത്തിൽ, പാർട്ടി യോഗങ്ങൾ തിരുത്തൽ എവിടെയാണ് പിഴവ് പറ്റിയെന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്രമേൽ ഒരു അഹങ്കാര സമീപനത്തോടു കൂടി ക്യാമ്പസുകളിലും കലാലയങ്ങളിലുമൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രിൻസിപ്പലിന് നേരെ കയ്യേറ്റം നടത്തുക, ജനപ്രതിനിധിക്ക് നേരെ കയ്യേറ്റം നടത്തുക, അപ്പോൾ മൂക്കയേറിടാൻ ആരുമില്ലേ ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് കേരളത്തിലെ ഏതാണ്ട് 90% ക്യാമ്പസുകളിലും നേതൃത്വം നൽകുന്നത്. SFIയെ തകർത്ത്, SFIയെ ഇകഴ്ത്തി കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് അല്ലെങ്കിൽ അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്തെങ്കിലും ഒരു ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമങ്ങളുടെ കഠിന ശ്രമം ഇന്നും ഇതിനെ തുടങ്ങിയതല്ല. നിങ്ങൾ തന്നെ ഈ വാർത്തയിൽ പറഞ്ഞ ഒരു വച്ച നുണ ഞാൻ പറയാം, അത് പറയാനുള്ള സമയം തരണം. പൂക്കോട് കോളേജിൽ, വെറ്ററിനറി കോളേജിൽ നടന്ന സംഭവത്തിൽ SFI മാത്രമാണ് ആ വിദ്യാർത്ഥിയെ ഈ രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ച് കൊലക്ക് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പം പറഞ്ഞു വരുന്നത്. വാസ്തവത്തിൽ വയനാട് ജില്ലയിലെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകൻ, KSUകാരൻ്റെ ഒരു മകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളും ഇപ്പം ജയിലിലാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് മറച്ചു വെക്കുന്നത്? MSFന്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പ്രവർത്തകൻ, അവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടി, ഈ സംഭവം ഉടനെ തന്നെ അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് SFI മാത്രമുള്ള സംഭവമല്ല, ഇതിനകത്ത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. അതിന്റെ കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അന്ന് മുതൽ ഈ SFI, സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ആ കുട്ടിയുടെ മരണത്തിൽ എല്ലാവർക്കും വിഷമമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒരു തർക്കമില്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. പക്ഷെ അത് മുഴുവൻ SFI ആണ് ഈ കിരാത മർദ്ദിച്ച് ആ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ കൊല ചെയ്യപ്പെട്ടെന്നുണ്ട് നരേറ്റീവും കേരളം മുഴുവൻ വ്യാപിപ്പിച്ച് അത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു. അത് കുറെയൊക്കെ ജയിക്കുകയും ചെയ്തു. സത്യത്തിൽ ഇന്നലെ കൊയിലാണ്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്താണ്. കൊയിലാണ്ടിൽ വിദ്യാർത്ഥി, ഏത് ക്യാമ്പസ് ആയാലും വിദ്യാർത്ഥികളും കോളേജ് അധികൃതരും തമ്മിലുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും നയത്തിന്റെ അല്ലെങ്കിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പല കാര്യങ്ങളുടെയും പേരിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ക്യാമ്പസ് സമരങ്ങളുണ്ടാവും. അങ്ങനെ ക്യാമ്പസ് സമരങ്ങളുടെ ഞാൻ നിയമം കയ്യിലെടുക്കാൻ എത്ര ധാർഷ്ട്യത്തോടു കൂടിയാണ് ഏരിയ സെക്രട്ടറി പറയുന്നത്, നെഞ്ചിൽ തീ കൂട്ടി കത്തിക്കും, ഈ രണ്ട് കാലില്ലാതെ സഞ്ചരിക്കും. ഇതൊക്കെ പറയാൻ ഇതെന്താണ്? മറ്റേ ഗുണ്ടായിസം അങ്ങ് ഒരു പക്ഷേ നാട്ട് ഭരണമൊന്നും അല്ലല്ലോ. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, പോലീസുണ്ട്, അവരാണ് ഭരിക്കുന്നത്, അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. എന്തെങ്കിലും പിഴവുണ്ടെങ്കിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപകൻ, നമ്മുടെ ഈ ഫ്ലോറിലിരിക്കുന്ന അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ നിയമവ്യവസ്ഥകളുണ്ട്. അതിലേക്ക് പോകാതെ അങ്ങ് കയ്യൂക്ക് കാണിക്കുകയാണോ ശ്രീ റെജി ലൂക്കോസ് വേണ്ടത്? താങ്കൾ ആ പ്രസംഗം മുഴുവൻ താങ്കൾ കേട്ടില്ലേ? എന്തൊക്കെയാണ് അവിടെ വിളിച്ചു പറയുന്നത്? ഒരു വിദ്യാർത്ഥി നേതാവ്, ഒരു വിദ്യാർത്ഥി ആയതേ ഉള്ളൂ, ഇനിയും വർഷങ്ങളോളം ജീവിക്കണം, വർഷങ്ങളോളം നാളെ ഈ പാർട്ടിയുടെ ഉപരിഘടകങ്ങളിലൊക്കെ ചുക്കാൻ പിടിക്കേണ്ട ഒരു നേതാവാണ് തുടക്കത്തിലേ ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ശ്രീ റെജി ലൂക്കോസ്. അല്ല, അത് ഞാൻ അംഗീകരിക്കുന്നു. ഒരിക്കലും ഒരു പ്രിൻസിപ്പളിനോട്, ഒരു അധ്യാപകനോട് ഈ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ല, അത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ പാടില്ല, പ്രസംഗങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളവർ ഞാനും അംഗീകരിക്കുന്നു. കാരണം നമ്മളൊക്കെ വിദ്യാഭ്യാസത്തിന്റെ മേന്മ അറിഞ്ഞവരാ. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യം പറയും, ബഹുമാനപ്പെട്ട ആ പ്രിൻസിപ്പൾ ഈ ചർച്ചയിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കുന്നതിന് ഒരു പരിമിതി, ആ പരിമിതി വേറെ ഒന്നുമില്ല, റെസ്പെക്ടിന്റെ പരിമിതി മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഏരിയ സെക്രട്ടറിയുടെ കരണക്കുറ്റിക്കിട്ട് ചെവിക്കിട്ടടിച്ച് ആ കുട്ടിയുടെ കർണവടം തകർന്നിരിക്കുക. അത് എവിടെയാണ് തെളിവ്? എവിടെയാണ് തെളിവ്? കർണപടം അടിച്ചു പൊട്ടിച്ചതിന്റെ തെളിവ്. പക്ഷേ ഈ അധ്യാപകനെ കൈയേറ്റം ചെയ്യുന്ന തെളിവുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഈ സംഭവത്തിന് ശേഷം ഈ രേഖകൾ അവിടുത്തെ ഹാർഡ് ഡിസ്ക് കോപ്പി അടിച്ചു മാറ്റിക്കൊണ്ടുപോകാൻ കൂടി ഒരു ശ്രമം നടത്തി. അവിടേക്ക് ഈ SFIയുടെ പുറത്തു നിന്നുള്ള നേതാക്കളടക്കം അവിടേക്ക് വന്ന് കൊലവിളി നടത്തി. എന്തിനാണ് ഈ CCTV ദൃശ്യം പിടിച്ചു വാങ്ങി രക്ഷപ്പെടാൻ? അപ്പോൾ പറയുന്നത് അത്രമേലങ്ങ് നല്ല പുള്ള ചമ്മഞ്ചൊന്നും പറയാൻ കഴിയില്ല, അങ്ങ് പാടെ നമുക്ക് വിഴുങ്ങാനും കഴിയില്ല. അതാണ് സാഹചര്യങ്ങൾ. അതുകൂടി ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അല്ല, തീർച്ചയായിട്ടും ആ ഓർമ്മപ്പെടുത്തലൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, അതിനെ റെസ്പെക്ട് ചെയ്തു. പക്ഷേ എവിടെയാ തെളിവെന്ന് വെച്ചാൽ ആ കുട്ടി ഹോസ്പിറ്റലിൽ, ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരുന്നു. ഞാൻ ചോദിച്ചല്ല, അവിടെ പിടിച്ചുതള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഫ്ലോറിലിരിക്കുന്ന അധ്യാപകൻ എവിടെയാണ് അടിച്ചത്? അതിന് തെളിവുണ്ടോ? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. കാരണം അവിടെ ഏതായാലും കൂടെയുള്ള കുട്ടികൾ ആ കുട്ടിക്കിട്ട് അടിക്കത്തില്ല. ആ കുട്ടി തന്നെ പറയുന്നു, ആ കൂടെയുള്ള പല വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അത്തരം കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വൺ സൈഡായിട്ട് ചർച്ച പോരുത്. ഞാൻ ആവർത്തിക്കട്ടെ, കലാലയങ്ങളിൽ അധ്യാപകർക്കോ പ്രിൻസിപ്പളിനോ എതിരെ പ്രകോപനപരമായ സംസാരങ്ങളോ ആക്രമണമോ നടത്താൻ പാടില്ല, അത് തർക്കമൊന്നുമില്ല. പക്ഷേ എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്നുള്ള ചോദ്യമില്ല. അതെന്തിനാ മറച്ചു വെക്കുന്നത്?
ഇന്നലെ എന്താണ് കാര്യവട്ടം നടന്നത്? പ്രൊഡ്യൂസർ അറിയാമല്ലോ, മാതൃഭൂമിക്ക് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. രാത്രി 12:50 കാര്യവട്ടം ക്യാമ്പസിൽ എന്തോ സംഭവിച്ചെന്നും പറഞ്ഞുകൊണ്ട് 2 MLA മാരുടെ നേതൃത്വത്തിൽ അവിടെ അതിന്റെ കാരണത്തിലേക്കും വരാം. അതിന്റെ കാരണങ്ങൾ ചിലതൊക്കെ ഈ പറഞ്ഞു കേൾക്കുന്നതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ ബഹളം വെച്ച ആളുകളുടെയൊക്കെ, ഇറങ്ങി മർദ്ദിക്കാനെത്തിയ ആളുകളുടെയൊക്കെ അവസ്ഥകളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തിരിച്ച് വരാം. ശ്രീ സുനിൽ ഭാസ്കർ, താങ്കൾ ആ കോളേജിന്റെ പ്രിൻസിപ്പളാണ്. താങ്കൾക്ക് തുറന്നു പറയാം, ഏതെങ്കിലും തരത്തിലൊരു പിഴവോ അല്ലെങ്കിൽ താങ്കളുടെ ഭാഗത്തു നിന്ന് ആ ദൃശ്യങ്ങൾക്കപ്പുറം ഇനിയും മറ്റെന്തെങ്കിലും രീതിയിൽ താങ്കൾ ആ വിദ്യാർത്ഥിയുടെ കർണപുടത്ത് തൊടുകയോ അല്ലെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഉറച്ചു നിൽക്കുകയാണ് ഈ പറയുന്ന SFIയുമായി ബന്ധപ്പെട്ട ആളുകളായും ഇടത് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാക്കുകൾ ഇതാണ്. പിന്നെ മറ്റൊരു ആരോപണം താങ്കൾക്കെതിരെ ഉള്ളത്, താങ്കൾ RSSന് വേണ്ടി വിടുപണി ചെയ്യുന്ന ആളാണ്, RSSന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഈ ആരോപണങ്ങളുടെയൊക്കെ തന്നെ ആ ആരോപണങ്ങളിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? പ്രജീഷ്, എനിക്കൊരു അല്പം സമയം കൂടുതൽ തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 3 ദിവസമായിട്ട് ഞാൻ വളരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കേൾക്കുകയാണ്. ഈ 2-3 ആരോപണങ്ങളാണ് എന്നെ പറ്റി ഉന്നയിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ശ്രീ റെജി ലൂക്കോസിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കളെ എല്ലാ ചർച്ചകളിലും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. ഞാനിവിടെ ഇരിക്കുന്നത് ഈ സംസ്ഥാനത്തെ SFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് അവർക്കൊരു റാങ്ക് കൊടുക്കാനോ അവർക്കൊരു മാർക്കും കൊടുക്കാനോ ഒന്നുമല്ല. എൻ്റെ കോളേജിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ഏരിയ കമ്മിറ്റി പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു വിവരം, SFI പ്രിൻസിപ്പൽ കർണപുട അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്ന കാര്യം SFIയുടെ ഏരിയ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന, അതായത് SFIയുടെ ഏരിയ കമ്മിറ്റി ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് മലയാളികൾ മൊത്തമായിട്ടും മഠയന്മാരാണ്, ഇവരെ കഴിഞ്ഞും വലിയ മഠയന്മാരില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവരിത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കൂ, ഈ പറയുന്ന ലോജിക്ക് ഒന്ന് നോക്കൂ. പ്രിൻസിപ്പളിനെ എന്നെ റൂമിൽ കയറി അടിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ ആ കുട്ടിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ചതിന് ശേഷമായിരിക്കുമല്ലോ ഈ കുട്ടി തിരിച്ചു വന്ന് എന്നെ അടിക്കുന്നത്, അതിന് പ്രതികാരം ചെയ്യുകയാണല്ലോ. അപ്പോൾ എന്താണ് എൻ്റെ റൂമിലുണ്ടാകുന്നത്? ആ റൂമിലുണ്ടാകുന്നതെന്ന് പറയുന്നത് ആ കോളേജിൽ തന്നെ SFI ആ കുട്ടികളെ മുഴുവൻ ബൈ നെയിം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. ആ കുട്ടികളെല്ലാവരും വന്ന് എന്നെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. SFIയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ 50ഓളം വരുന്ന കുട്ടികൾ, എൻ്റെ കോളേജിലെ കുട്ടികളും പുറത്തുനിന്ന് വരുന്ന കുട്ടികൾ കൂടി നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ ഞാൻ കയ്യേറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എൻ്റെ റൂമിലേക്ക് കയറി വരുന്ന കുട്ടികളെ, എൻ്റെ കോളേജിലെ കുട്ടികൾ അവരെ പുറത്തുനിന്നുള്ള ആളെ പിടിച്ചു മാറ്റി എന്നെ സംരക്ഷിക്കാൻ നോക്കുമോ അതോ മേടിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണ് ചെയ്യുന്നത്? റെജി ലൂക്കോസ്, നമുക്കൊക്കെ ഒരു സാമാന്യ ബുദ്ധിയില്ലേ? നമുക്കൊരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഈ കാര്യം മാതൃഭൂമിയുടെ ലോകം അറിയട്ടെ. പ്രിൻസിപ്പിൾ തല്ലി കർണപടം പൊട്ടിച്ചിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കുട്ടികൾ ആ പ്രിൻസിപ്പളിനെ തന്നെ വന്ന് സംരക്ഷിക്കാൻ നോക്കുകയാണ്. ഇതെന്താണ്? നമ്മൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്, നമ്മൾക്ക് മലയാളികളല്ലേ, അരിയാഹാരം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഹെൽപ്പ് ഡെസ്ക് വേണ്ടതില്ല എന്ന് ഒരു അഡമന്റ് സ്റ്റാൻഡ് താങ്കൾ എന്തുകൊണ്ടാണ് എടുത്തത്? അതിൽ അങ്ങേക്ക് കണ്ട ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യം എന്താണ്? ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ വിഷയാധിഷ്ഠിതമായി പുതുതായിട്ട് വരുന്ന ഒരു കോഴ്സിൽ സങ്കീർണമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനെ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഈ ഓൺലൈൻ പ്രവേശനോത്സവത്തിൽ മന്ത്രിയടക്കം കുറച്ച് കാര്യങ്ങളൊക്കെ പങ്കുവെക്കുമായിരിക്കും. പൂർണ്ണ വിവരങ്ങൾ അങ്ങേക്ക് നമുക്ക് പോലും നമ്മുടെ മുന്നിൽ പോലും ഇല്ല. പല ഈ വ്യക്തത കുറവൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇവർ നടത്തുന്ന ഈ ഹെൽപ്പ് ഡെസ്ക് അതിലൊരു സതുദ്ദേശമായ സാഹചര്യമില്ല എന്ന് താങ്കൾ സ്റ്റാൻഡ് എടുക്കാനുള്ള കാര്യം എന്തായിരുന്നു? ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപായിട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ നടന്ന സംഭവം, അതായത് ആദ്യം പുറത്ത് വരാന്തയിൽ വെച്ച് ഞാൻ അടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 50ഓളം SFI പ്രവർത്തകർ, ആ കോളേജിനുള്ളിലുള്ളതും പുറത്തുള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഞങ്ങളുടെ കോളേജിലെ 3-ാം നമ്പർ CCTV ക്യാമറ അവിടെ വിസിബിളാണ്. ഈ കുട്ടികൾ കൂടി നിൽക്കുന്നിടത്ത് വെച്ച് പ്രിൻസിപ്പൽ അടിച്ച് ഈ 50 കുട്ടികളുടെ ഇടയ്ക്ക് വെച്ച് ഈ വ്യക്തിയെ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 50ഓളം വരുന്ന കുട്ടികൾ കാണും, CCTVയിൽ അത് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ CCTVയിൽ ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങളും അതിനുശേഷം 11:30 ഉണ്ടാകുന്ന ഈ സംഭവങ്ങൾക്ക് ശേഷം 3:30 ഞാൻ കോളേജിൽ വരുമ്പോൾ
പോലീസ് എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ പോലീസ് എന്നെ വിളിച്ചിരുന്നു CCTVയുടെ പാസ്വേഡ് വേണമെന്ന്. ഞാൻ പാസ്വേഡ് എൻ്റെ ക്ലർക്ക് വഴി ഞാനത് കൊടുക്കുകയും അവർ ആ CCTV ദൃശ്യങ്ങൾ എല്ലാ ചാനലിലും എല്ലാ ക്യാമറയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ 1.5 മണിക്കൂർ സമയത്തേക്കുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പോലീസ് കംപ്ലീറ്റ് ആയിട്ട് പെൻഡ്രൈവിൽ ബാക്കപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. രണ്ടാമത്തെ താങ്കൾ RSSന്റെ വിടുപണി ചെയ്യുന്ന അവിടെ അതിലൂടെ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ അങ്ങനെയാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ പുറത്തു വിടുന്നില്ല എന്ന് പറയുന്നത് ആ കോളേജ് ഇന്നും ആ CCTVയിൽ ആ ഹാർഡ് ഡിസ്ക് സിസ്റ്റം അവിടെ ഇരിക്കുന്നുണ്ട്. ആർക്കും ആക്സസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ റെജി ലൂക്കോസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സഹായിക്കൂ. ഈ തരത്തിൽ പൊതുജനത്തിൻ്റെ മുൻപിൽ ആഭാസന്മാരായിട്ട് പുറത്തുവിട്ടരുത്. കാരണം കളവ് പറയുന്നവരെ യാതൊരു കാരണവശാലും കളവ് പറയുന്ന വ്യക്തികൾക്കൊപ്പം നിങ്ങൾ നിൽക്കാൻ പാടില്ല. ഈ കുട്ടികൾ പറയുന്ന കളവ് അവർക്ക് എവിടെയെങ്കിലും മറ്റേതെങ്കിലും ആ സദസ്സിൽ നിന്ന് അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പ്രിൻസിപ്പാളല്ല. നിങ്ങൾ വന്നിട്ട് അവിടെ ഇരിക്കൂ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. രണ്ടാമത്തെ ചോദ്യം, ഞാൻ RSSകാരനാണോ? മൂന്നാമതൊരു ചോദ്യം കൂടി വന്നിരിക്കുന്നു. ഞാൻ RSSകാരനല്ല. ഞാൻ RSSകാരനാണോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ഡിഫൻസിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ എൻ്റെ ആ കോളേജിൽ ഈ ഈ നയപരമായ കാര്യങ്ങൾ ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വ്യക്തിക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അത് ആ ചോദ്യത്തിന് പോലും ഒരു പക്ഷേ ഒരർത്ഥത്തിൽ പ്രസക്തിയില്ല. ഞാൻ മൂന്നാമത് പറഞ്ഞ ആ ചോദ്യം, ഒരു അഡമന്റ് സ്റ്റാൻഡ് താങ്കൾ ഈ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടെടുത്തത് എന്തുകൊണ്ടാണ്? വളരെ ചുരുക്കി. അഡമൻ്റ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കുട്ടികളുടെ സംരക്ഷണത്തിന് ആര് പുറത്തുനിന്ന് വന്നാലും ഏത് സമയത്ത് ആര് പുറത്തുനിന്ന് വന്നാലും ആ പുറത്തുനിന്ന് വരുന്ന ആരാണ്, വ്യക്തികൾ ആരാണ് എന്ന് എല്ലാ സമയവും ഞങ്ങളുടെ കോളേജിലെ മുഴുവൻ ജീവനക്കാരുടെയും നിരീക്ഷണം അവിടെയുണ്ട്. CCTV ക്യാമറയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണത്. ആ സ്ഥാപനത്തിൽ അവിടെ ആര് വരുന്നു പോകുന്നു, എപ്പോൾ വരുന്നു പോകുന്നു എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ CCTVയിൽ ഇപ്പോഴും എനിക്ക് അവിടുത്തെ ക്യാമറ ദൃശ്യങ്ങൾ എനിക്കിപ്പോഴും കിട്ടുന്നുണ്ട്, ഈ സമയത്തും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. ആ പുറത്തുനിന്നുള്ള വ്യക്തികൾ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായ അഡ്മിഷൻ്റെ സമയത്ത് ഒരു പ്രശ്നമുണ്ടായി. കുറച്ച് ആളുകൾ പുറത്തുനിന്ന് മലപ്പുറം ജില്ലയിലുള്ള ഒരു വണ്ടിയുമായിട്ട് വന്നിട്ട് അവിടെ മദ്യനിരോധന സമിതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ CCTVയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. അതിൽ അവരവിടെ നിന്ന് പ്രോഗ്രാം നടത്തി. ആ സമയത്ത് അവിടെ ആ പ്രോഗ്രാം നടത്തിയ കുട്ടികളിൽ പലരും മദ്യപിക്കുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഈ ആളുകളാണ് വന്നിട്ട് മദ്യനിരോധനത്തിൻ്റെ പ്രോഗ്രാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ നടപടി എടുത്തിട്ടുണ്ട്. ആ കുട്ടികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ അടിക്കുന്നതിൻ്റെ അകത്ത് ABVPയുടെ കുട്ടികളുണ്ട്, SFIയുടെ കുട്ടികളുണ്ട്. അവിടെ ഏതൊക്കെ വിദ്യാർത്ഥി സംഘടനകളുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാ സംഘടനകളുടെയും കുട്ടികളെ സസ്പെൻഷൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആരോടും കണ്ണടച്ച് നടക്കില്ല. അതുപോലെ തന്നെ കോപ്പിയിങ് പരീക്ഷകൾ നടക്കുന്ന കോപ്പി പ്രാക്ടീസ് പോലുള്ള SMP മാൽ പ്രാക്ടീസുകളിലെല്ലാം SFI ആണോ ABVP ആണോ KVSU ആണോ നോക്കിയിട്ടല്ല ഞാൻ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിൽ ഒരു പ്രിൻസിപ്പൾ ഇരിക്കുന്നത് ആ കോളേജിലെ വിദ്യാർത്ഥി ഒരു വടവൃക്ഷത്തിന്റെ ശിഖരങ്ങളോ മറ്റെന്തെങ്കിലും ദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. പക്ഷേ ഇതൊരു തായ്വേരിന് തന്നെ ഒരു ജീർണത സംഭവിച്ച ഒരു സാഹചര്യമില്ല. കാരണം 2018 ഇത് SFIയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിക്കെതിരായ ഒരു കേസ്. ആ കേസിൽ എങ്ങനെയാണ് ആ കേസിൽ നിയമ നടപടികൾ പൂർത്തിയായത്? KSUക്കാരനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു ഇടപെടലായിരുന്നു. അപ്പോൾ പിന്മുറക്കാർ നടത്തുന്ന ഇക്കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുനിന്ന് രസിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇതിലൊരു തിരുത്തൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ പർട്ടിക്കുലർ വിഷയം ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് കാര്യവട്ടം ക്യാമ്പസിലെ കാരണങ്ങൾ തേടി ഇനിയുള്ള നടപടിക്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും പൊളിറ്റിക്കലി എന്താണ്? ശ്രീ പ്രജീഷ്, ഈ വിഷയമായിട്ട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ ശ്രീ റെജി ലൂക്കോസ് സംസാരിച്ചു. ഇപ്പോൾ റെജി ലൂക്കോസ് ഇവിടെ സംസാരിക്കുമ്പോൾ ഇടതുപക്ഷ സഹയാത്രികൻ എന്നാണ് നിങ്ങൾ ടാഗ് കൊടുത്തിരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികൻ എന്നല്ല, ഒന്നില്ലെങ്കിൽ SFI നേതാവെന്നോ അല്ലെങ്കിൽ അല്ല CPMന്റെ ന്യായീകരണ തൊഴിലാളി എന്ന തരത്തിലേക്കോ വല്ല ഒരു വിശേഷം കൊടുക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഇത്രയേറെ പ്രശ്നങ്ങൾ നിരന്തരമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലവും കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ടുണ്ടായിട്ട് അവരെ ന്യായീകരിക്കുമ്പോൾ അത് ചെറിയ താഴെ തട്ടിലുള്ള നേതാക്കന്മാർ തുടങ്ങി വലിയ തലത്തിലുള്ള ആളുകൾ വരെ അവർ ചെയ്യുന്ന ചെയ്തികളെ അവർ ന്യായീകരിക്കുന്ന കാലത്തോളം SFI ഇത് തുടർന്നു കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മാത്രം പറയുന്നു, SFIയിൽ നിന്ന് തിരുത്തലുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് വെച്ച് കേരളത്തിലെ ക്യാമ്പസുകളെ ഇങ്ങനെ മലീമസമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ KSU അനുവദിക്കത്തില്ല. കേരളത്തിലെ ക്യാമ്പസുകളിലെ ഇടിമുറികളെ ഞങ്ങൾ തകർത്തെറിയും. കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യം പുലരാൻ വേണ്ടിയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അത് സിദ്ധാർത്ഥൻ്റെ വിഷയത്തിന് മുൻപും ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഇങ്ങ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇതിലും വലിയ കത്തിക്കുത്ത് കേസുകളെല്ലാം നടന്ന് അതിൽ
നിന്ന് ആ ക്യാമ്പസിനെ മുക്തി നേടിക്കൊണ്ട് അവിടെ ജനാധിപത്യപരമായ രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. കഴിഞ്ഞ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ 30-40 വർഷവും SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ സാധിച്ചു. അവിടെ ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കേരളത്തിൻ്റെ പൊതുജനങ്ങൾ, കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ SFIയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ തിരസ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സൂചനയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന SFIക്കെതിരെയുള്ള ഒരു വികാരം. കേരളത്തിലെ ക്യാമ്പസുകളിൽ KSU ജനാധിപത്യത്തിൻ്റെ വാഹകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇന്നലെ ഉണ്ടായ സംഭവത്തെ ഒരു ചെറിയ സംഭവമായി ഞങ്ങൾ നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. SFIയുടെ ഇടിമുറികൾ തകർക്കപ്പെടണം. SFIയുടെ ജനാധിപത്യത വിരുദ്ധത പൊതുജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കണം. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI എഴുതി വെച്ചിരിക്കുന്ന, തങ്ങളുടെ കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ 3 വാചകങ്ങൾ, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറയുന്ന 3 വാചകങ്ങൾ, അത് SFIയുടെ സ്വാതന്ത്ര്യമല്ല, SFIയുടെ ജനാധിപത്യമല്ല, SFI വിഭാവനം ചെയ്യുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതികളല്ല എന്ന് അവരെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിലും പൊതു ഇടങ്ങളിലും SFIയുടെ ഈ ചെയ്തികളെ തിരുത്തുന്ന ഒരു ശക്തിയായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യത്തിന്റെ വാഹകരായി KSU മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശരി, എന്തായാലും മലോഷ്യസ്, റജി ലൂക്കോസിനെ നമ്മൾ വിളിക്കുന്നത് കാരണം ഈ SFI ഇക്കാര്യത്തിൽ ഞാൻ ആർഷോയെ വിളിച്ചിരുന്നു ഫോണിൽ. ഇന്നിപ്പോൾ അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ റിപ്പോർട്ടിംഗ് നടക്കുന്ന സാഹചര്യത്തിൽ അവൈലബിൾ അല്ല. തീർച്ചയായും റജി ലൂക്കോസിനെ പോലെയുള്ള ഇടത് സഹയാത്രികൾ പ്രതികരിക്കുക എന്നുള്ള ബാധ്യത അദ്ദേഹത്തിനുമുണ്ട്. ശ്രീ റജി ലൂക്കോസ്, ഈ വിഷയത്തിൽ എന്തായാലും പാർട്ടി ഗൗരവത്തോടെ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നുവോ? കാരണം ഈ SFIക്ക് ചുമതലയുള്ള PB അംഗങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഭാരവാഹികളൊക്കെ SFIക്ക് ചുമതല ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇക്കാര്യങ്ങൾ ഈ പോക്ക് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ? കാരണം ഞാൻ ആ പൊതുമധ്യത്തിലുള്ള ഈ കൊലവിളി, കൊച്ചുകുട്ടിയാണ്, ഇനിയും കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട വ്യക്തിയാണ്. അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന ഈ വാചകങ്ങൾ കേട്ടുകഴിഞ്ഞാൽ വിറച്ചു പോകും, ഉൾക്കിടിലമുണ്ടാകും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഗൗരവത്തോടെ കൂടി ആത്മപരിശോധന നടത്തേണ്ട വിഷയങ്ങളില്ലേ ശ്രീ റജി ലൂക്കോസ്? ആത്മപരിശോധന നടത്തേണ്ട വിഷയങ്ങളിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി വളരെ കൃത്യമായിട്ട് തന്നെ നടത്തും. പക്ഷേ രാജ്യത്ത് 24 ലക്ഷം കുട്ടികളുടെ ഭാവി തകർത്ത നീറ്റ് കുംഭകോണത്തിനെതിരെ ഒരു അക്ഷരം പോലും ഇണ്ടാതെ കൊണ്ട് കേരളത്തിലെ SFIക്കാരുടെ മേൽ വെക്കിട്ട് കയറുമ്പോൾ അത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടനയുടെ അപജയമായിട്ട് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ അതേ എന്നെ ന്യായീകരണ തൊഴിലാളി എന്ന് പറഞ്ഞു. ഞാനും വിദ്യാഭ്യാസം കടന്നു വന്ന SFI മാത്രമേ പ്രതികരിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് ചാനൽ മാത്രമായിരിക്കും നിങ്ങൾ കാണുള്ളൂ. ഇവിടെ നീറ്റിന്റെ വിഷയമുണ്ടായപ്പോൾ, NDAയുടെ വിഷയമുണ്ടായപ്പോൾ ആദ്യം ഇവിടുത്തെ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ സംഘടനയുടെ പേര് KSU എന്നാണ്. ഈ വിഷയം ദേശീയ തലത്തിൽ എടുത്ത സംഘടനയുടെ പേര് NSU എന്നാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. അല്ലാതെ നിങ്ങൾ SFI ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നീറ്റ് വിഷയത്തിൽ, NDAയുടെ വിഷയത്തിൽ ഇവിടെ SFIയും സമയമായിട്ടുണ്ട്. ശ്രീ റജി ലൂക്കോസ് പൂർത്തിയാക്കൂ താങ്കൾ. അല്ല, ദയവായിട്ട് ആ ചെറുപ്പക്കാരോട് മിണ്ടായിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സാറ്, രാജ്യം നേരിടുന്ന വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കാതെ കൊണ്ട് കേരളത്തിലെ SFIയുടെ ക്യാമ്പസുകളിലും അതിക്രമം കാണിക്കുന്ന നിങ്ങളുടെ ഏത് കേരളത്തിലെ പൊതുസമൂഹമാണ് നിങ്ങളോട് നീതീകരണവുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വരുന്നത്? നിങ്ങൾ 2 MLA-മാരുടെ നേതൃത്വത്തിൽ ഇതിനെ പോലീസ് സ്റ്റേഷൻ ഫ്രണ്ടിൽ വെച്ച് കല്ലെറിഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നെഞ്ചിന് കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാക്കിയില്ലേ? എന്ത് നിയമവ്യവസ്ഥയോടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്? നിങ്ങൾ ഇടിമുറികളെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കോളേജുകളെല്ലാം കയറി ഇടിമുറി ഉണ്ടെന്ന് നിങ്ങൾ കേസ് കൊടുക്കൂ, പോലീസിനെ അറിയിക്കൂ. ഇടിമുറികൾ നിങ്ങളുടെ സമ്പ്രദായമാണ്. നിങ്ങൾക്ക് കേരളത്തിലെ പോലീസിൽ, കേരളത്തിലെ ക്യാമ്പസുകളിൽ കാലുറപ്പിക്കാൻ സാധിക്കാത്തതിന് കാരണം കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് ചാനൽ ചർച്ചയിൽ തെരഞ്ഞെടുപ്പുകൾ എടുത്തു നോക്ക്. 32 വർഷക്കാലം നിങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഗുരുവായൂരപ്പൻ കോളേജ് ഇന്ന് ഭരിക്കുന്ന KSU ആണ്. വിക്ടോറിയ കോളേജ് 27 വർഷക്കാലം നിങ്ങൾ ഭരിച്ച കോളേജ് ഇന്ന് ഭരിക്കുന്നത് KSU ആണ്. NSS കോളേജ് ഒറ്റപ്പാലം 23 വർഷക്കാലം SFI ഭരിച്ച ക്യാമ്പസ് ഇന്ന് ഭരിക്കുന്നത് KSU ആണ്. അങ്ങനെ വർഷങ്ങളായിട്ട് SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിലേക്ക് KSUവിന് വിജയിച്ച് കയറാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളത് കാണില്ല. കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് തിമിരം ബാധിച്ചിരിക്കുകയാണ്. SFI എന്ന് പറയുന്ന സംഘടന ചെയ്യുന്ന കൊള്ളരുതായ്മകളെ മാത്രം ന്യായീകരിക്കുന്ന ഒരു ആളായി മാധ്യമങ്ങളിൽ വന്ന് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ കള്ളങ്ങളും പറയുന്ന ഒരാളായി മാത്രം നിങ്ങൾ അധപതിക്കരുത്. നിങ്ങളുടെ ആളുകൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ നിങ്ങൾ ന്യായീകരിക്കാതെ അവരെ തിരുത്താൻ തയ്യാറാകും. എന്നിട്ട് KSUവിന്റെ മെക്കെട്ട് കയറാൻ വരുമെന്ന് മാത്രമാണ് താങ്കളാണ് ഈ KSUവിനെ കുരുതി കൊടുക്കുന്നയാള്.
താങ്കളുടെ നേതൃത്വമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്റെ പൊന്ന് റെജി ലൂക്കോസ്, KSUവിനെ പറ്റി നിങ്ങൾ അങ്ങനെ വലിയ ആശങ്കയൊന്നും പെടേണ്ട കാര്യമില്ല. എന്റെ സംഘടനയെ പറ്റി എന്റെ സംഘടനയിൽ തിരുത്തലുകൾ ആവശ്യമുള്ളപ്പോൾ അതിനെ തിരുത്താനും തിരുത്തിക്കാനുള്ള ആർജവമുള്ള നേതൃത്വം KSUവിനുമുണ്ട്, ഈ പാർട്ടിക്കുമുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി KSUവിന്റെ ഇതിലേക്കൊന്നും കടന്നു പറയേണ്ടതില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടെ SFI എന്ന് പറയുന്ന സംഘടനയെ തിരുത്തിയതിനു ശേഷം അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ ന്യായീകരിക്കാതെ പറഞ്ഞു പൂർത്തിയാക്കട്ടെ സമയമില്ല. റെജി ലൂക്കോസ്, ഇതിൽ താങ്കൾ ഗൗരവമേറിയ വിഷയങ്ങൾ കാണുന്നുണ്ടോ? ചുരുക്കി. കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന ഒരിക്കലും പ്രോത്സാഹിക്കാൻ പറ്റാത്ത ഏത് വിദ്യാർത്ഥി സംഘടന ചെയ്താലും അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. അക്കാര്യത്തിലൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPM-ന് ഒരു തർക്കമില്ല. പക്ഷെ CPM-ന് വിദ്യാർത്ഥി സംഘടനയായ SFI-യുടെ മുഴുവൻ കാര്യങ്ങൾ ചാർത്തിക്കൊണ്ട് ഇവരെ ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവർക്ക് ഒരു ഗ്രിപ്പ് ഉണ്ടാകാത്തത്? ഇവരെ വിശ്വാസമില്ല വിദ്യാർത്ഥികൾക്ക്, ഇനി ഒരിക്കലും ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവര് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇതാണ് അതിന്റെ പ്രശ്നത. ശരി. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, അലോഷ്യസ് സേവ്യർ, ഒപ്പം സുനിൽ ഭാസ്കർ, പ്രിൻസിപ്പൽ, SFI-യുടെ ഈ ക്യാമ്പസിലെ ഗുണ്ടായിസം തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചർച്ച സംഘടിപ്പിച്ചത്. വളരെ നന്ദി ചർച്ചയുടെ ഭാഗമായതിനെല്ലാം.